Hi dears, welcome to Asha's Creations. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒട്ടുമിക്ക ഫുഡുകളിലും നമ്മൾ ചേർക്കുന്ന ഒരു സംഭവമാണ് മിൽക്ക് മെയ്ഡ്. അതൊക്കെ വളരെ വില കൊടുത്താണ് നമ്മളിതൊക്കെ മേടിക്കാറുള്ളത്. പക്ഷേ ഇത് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ഒരു മിനിറ്റ് പോലും ആവശ്യമില്ല. തീ പോലും കത്തിക്കാതെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയൊക്കെ ഏത് ബ്രാൻഡാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ചൂടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അളവുകൾ മാറിപ്പോകരുത് കേട്ടോ. അളവുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് അനുസരിച്ച് തന്നെ എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് അഥവാ മിഠായി മീറ്റ് ഇതൊക്കെ മേടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതിനൊരു ചെറിയൊരു ക്രീം കളർ ഉണ്ടാവും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ള് സോഡാപ്പൊടി കൂടെ കൂടി ചേർക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ സോഡാപ്പൊടി ചേർക്കുന്നില്ല, വെറുതെ അത് ആവശ്യമില്ലാണ്ട് ചേർക്കണ്ടല്ലോ എന്ന് കരുതിയാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യണത്. ഈ പാൽ ഉപയോഗിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്നത് അത് കുറച്ചുകൂടെ ഒരു ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 1-2 വർഷം മുന്നേ ഇട്ടുന്ന വീഡിയോയാണ്. എന്നാലും പാൽ കൊണ്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അത് നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാമല്ലോ, നമുക്ക് പാൽ കൊണ്ട് ചെയ്തെടുക്കാമല്ലോ അങ്ങനെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.